നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കുണ്ടായ വലിയ തിരിച്ചടി നമുക്കറിയാം. 400 സീറ്റ് ഒറ്റയ്ക്ക് ലക്ഷ്യം വെച്ച് പോയവർക്ക് കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ പോലും കഴിയാതെ വരുന്ന സാഹചര്യം, ഘടകകക്ഷികളുടെ ദയാദാക്ഷിണ്യത്തിൽ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം. ഇപ്പോഴിതാ ഹരിയാനയിൽ മൂന്നാം ഭരണം, ഹാട്രിക് ഭരണം ലക്ഷ്യമിട്ടിറങ്ങിയവർക്ക് ആദ്യഘട്ട ഫലസൂചനകൾ വരുമ്പോൾ വലിയ തിരിച്ചടി ആദ്യഘട്ടത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് സഖ്യം 35 സീറ്റിലും ബിജെപി വെറും 14 സീറ്റുകളിൽ മാത്രം ലീഡ് ചെയ്യുന്നു എന്നതാണ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്ന ലീഡ് നില എന്ന് പറയുന്നത്. ഇത് രാജ്യത്തിന് നൽകുന്ന സന്ദേശം ചെറുതല്ല. ബിജെപിക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നു ഈ രാജ്യത്തെ ജനത എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ പറഞ്ഞതുപോലെ ഇത് പോസ്റ്റൽ വോട്ടുകളുടെ മാത്രം ലീഡ് നിലയാണ്. ഇനി അതിനപ്പുറം അല്പസമയത്തിനകം തന്നെ ബാലറ്റ് ബോക്സുകളിലെ വോട്ടുകൾ എണ്ണാൻ തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുക. പക്ഷേ എങ്കിൽ പോലും ഇതൊരു സൂചനയായിട്ട് തന്നെ കരുതേണ്ടി വരുമെന്ന് തോന്നുന്നു, ഇല്ലേ വിഷ്ണു? മനു, തീർച്ചയായിട്ടും ഇത് കൃത്യമായിട്ടുള്ള സൂചനയെ നമുക്ക് കണക്കാക്കേണ്ടി വരും. കാരണം ഹരിയാനയിൽ വ്യക്തമായിട്ടുള്ള ലീഡ് നില തന്നെയാണ് ഈ പോസ്റ്റൽ ബാലറ്റ് ഇടുമ്പോൾ പോലും നമുക്ക് കാണാൻ കഴിയുന്നത്. കോൺഗ്രസ് ഇപ്പോൾ 38-22 എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. 38 സീറ്റിൽ ഹരിയാനയിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു. 22 സീറ്റിൽ മാത്രമാണ് ബിജെപിക്ക് ഇപ്പോൾ മുന്നിട്ട് നിൽക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ കൃത്യമായിട്ടൊരു ഭരണവിരുദ്ധ വികാരം ഹരിയാനയിൽ ആഞ്ഞടിക്കുന്നു എന്ന് നമുക്ക് ഈ പോസ്റ്റൽ വോട്ട് എണ്ണുമ്പോൾ പോലും പറയേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനം, ഹരിയാനയിൽ ഇത്തവണ ജാട്ട് സമുദായം ബിജെപിക്കൊപ്പം നിന്നിട്ടില്ല. ജാട്ട് തര വോട്ടുകൾ ലക്ഷ്യം വെച്ചുള്ള പ്രചരണമായിരുന്നു ബിജെപിയുടെ ഭാഗത്ത് നിന്ന് ഇത്തവണ ഉണ്ടായിരുന്നത്. അതോടൊപ്പം കർഷക സമരം കർഷകരുടെ കരുത്ത് ചെറുതല്ല എന്ന് ഒരിക്കൽ കൂടി പഠിക്കുകയാണ്. ഒരു പക്ഷേ ഇതിനൊക്കെ തുടക്കം കുറിച്ചത് കർഷകരുടെ ആ മഹാ ലോങ് മാർച്ചാണ്. അതിനുശേഷം ദില്ലിയിലേക്ക് വന്ന ഐതിഹാസികമായ കർഷക സമരം രാജ്യത്തിന് അന്നമൂട്ടുന്ന മനുഷ്യരെ ഹരിയാനയുടെയും ദില്ലിയുടെയും ഒക്കെ അതിർത്തികളിൽ തല്ലിച്ചതച്ചതൊക്കെ ഇപ്പോൾ ഓർമ്മയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന സർക്കാരുകളുടെ കർഷകരെ ദ്രോഹിച്ചത് ഈ രാജ്യം പൊറുക്കില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? മനു, ആ ഐതിഹാസിക കർഷക സമരത്തിന് ശേഷം രണ്ടാം സമരം നടന്നപ്പോൾ അത് ശംഭു അതിർത്തിയിലായിരുന്നു. അതായത് ഹരിയാന പഞ്ചാബ് അതിർത്തിയിൽ കർഷകർ സമരം നയിച്ചപ്പോൾ ഹരിയാന സർക്കാർ, ബിജെപി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ കൊടും ക്രൂരതകൾ നമ്മൾ കണ്ടതാണ്. കർഷകർക്ക് നേരെ വലിയ തലത്തിലുള്ള അക്രമം ഹരിയാന പോലീസ് അഴിച്ചുവിട്ടിരുന്നു. അപ്പോൾ ആ ഒരു കർഷക പ്രക്ഷോഭം, ഇതിന് പുറമെയാണ് ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പട്ടാളത്തിലേക്ക് പോകുന്ന സംസ്ഥാനം ഒന്ന് ഹരിയാനയും പഞ്ചാബുമാണ്. അവിടെയാണ് അഗ്നിവീർ പദ്ധതി കൊണ്ടുവന്ന് ഈ യുവാക്കളുടെ ഒരു ഭാവി ഇല്ലാതാക്കുന്ന, അവരുടെ പ്രതീക്ഷകൾ തകർക്കുന്ന നിലപാട് ബിജെപി സർക്കാർ കൈക്കൊള്ളുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധം ഹരിയാനയിൽ നമ്മൾ കണ്ടതാണ്. അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയാവുന്നതാണ് ഗുസ്തി താരങ്ങളുടെ സമരം. അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ വലിയ ഭരണവിരുദ്ധ വികാരം അവിടെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ലീഡ് നില വീണ്ടും കോൺഗ്രസ് ഉയർത്തിയിരിക്കുകയാണ്. 47-28 എന്ന നിലയിലേക്ക് ഹരിയാനയിൽ, അതായത് വൻ കുതിപ്പല്ലേ. 47-28 ഹരിയാനയിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ 47-28 എന്ന നിലയിലേക്ക് കോൺഗ്രസ് ലീഡ് ഉയർത്തുകയാണ്. കോൺഗ്രസ് സഖ്യം INC പ്ലസ്, അതായത് കോൺഗ്രസ് 89 സീറ്റുകളിൽ 1 സീറ്റിൽ CPIM-മാണ് മത്സരിക്കുന്നത്. ആ സഖ്യം അവിടെ വലിയ ലീഡ് നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 47-28 തിരിച്ചു വരവ് അസാധ്യമാകുന്നു ബിജെപിക്ക്. ഈ സമയത്തെ ബ്രേക്കിംഗ് ന്യൂസായി നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. ഹരിയാനയിൽ ബിജെപി ചിത്രത്തിലേ ഇല്ലാതെ പോകുന്ന സാഹചര്യം ആദ്യഘട്ടത്തിൽ കാണാൻ കഴിയുന്നു.